നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാപരമേശ്വരിയുടെ വിജ്ഞാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തി ആരാധനയുടെ ഓരോ ഭാവങ്ങളെ പറ്റിയുമാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവരാത്രി കാലത്തിൻ്റെ 7ാം ദിനത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. ഈ 7ാം ദിനത്തിൽ നമ്മൾ മഹാദേവിയെ കാളരാത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആഗ്രഹവും അറിവും കൊണ്ട് ഒന്നും പൂർണ്ണമാകുന്നില്ല. അത് പ്രവൃത്തിയിലെത്തുമ്പോഴാണ് അതിന് പൂർണ്ണത കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ ഉപാസന തീർച്ചയായും ആവശ്യമാണ്. ഉപാസനയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രപഞ്ചമാതാവായ മഹാദേവിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്നു. ഇനിയുള്ള 3 ദിവസങ്ങൾ നവരാത്രിയുടെ പരമപ്രധാനമായ ആത്മാവായി ഗണിക്കപ്പെടുന്നു. ഇത്രയും ദിവസങ്ങൾ വ്രതവും ധ്യാനവും ഒന്നും നോറ്റില്ലെങ്കിലും ഇനിയുള്ള 3 ദിവസത്തെ സാധന അതെല്ലാം മറയ്ക്കുന്നു. അതിനാൽ നാളെ തൊട്ടെങ്കിലും എല്ലാവരും വ്രതവും ധ്യാനവും കൈക്കൊണ്ട് വളരെ ശാന്തമായ മനസ്സോടുകൂടി നന്മയോടുകൂടി വർത്തിക്കുവാൻ ഈശ്വരി അനുഗ്രഹിക്കട്ടെ, ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദേവിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ദേവിയെ കാളരാത്രി എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. ചണ്ഡമുണ്ട വധത്തിനായി അവതരിച്ച അത്യന്തം വികൃതയും ഘോരയുമായ ദേവീ സ്വരൂപമാണ് ദേവി കാളരാത്രി. കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി മാതാ ദേവി ദുർഗയുടെ രൗദ്ര രൂപമാണ്. ജട പിടിച്ച മുടിയും ത്രിലോചനങ്ങളുമുള്ള ദേവിയെ ദുർഗയുടെ ഭയാനക രൂപമായാണ് കണക്കാക്കുന്നത്. 4 കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലത് കരങ്ങൾ സർവദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു. കാളരാത്രി മാതാ ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 4 കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം ഗർദഭമാണ്. എല്ലായ്പ്പോഴും ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമം കൂടിയുണ്ട്. പാർവതി ദേവിയുടെ തമസ്സഭാവമാണ് ദേവി കാളരാത്രി അഥവാ മഹാകാളി. ഗർദഭവാഹിനിയായ ദേവിയുടെ ഭീകര രൂപം ദർശിച്ച ചാമുണ്ടർ പരവശരായി അലറി വിളിച്ചുവെന്ന് പുരാണം പറയുന്നു. അവരുടെ വധത്തിന് ശേഷം ചണ്ഡമുണ്ട എന്ന പേരും ഈ ദേവിക്ക് സ്വന്തം. അതുപോലെ തന്നെ തൻ്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചാൽ തൻ്റേതായ പ്രഭാവമുള്ള അനേകമായിരം അസുരരുടെ ജന്മത്തിന് നിദാനമായ രക്തബീജൻ എന്ന ഉഗ്രാസുരൻ്റെ രക്തം മുഴുവൻ കുടിച്ചു വറ്റിച്ചതും ഈ ദേവീഭാവം തന്നെയാണ്. കാളരാത്രി മാതാവിനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ജീവിത വിജയമാണ് തിരിച്ചു കിട്ടുന്നത്. നവരാത്രിയുടെ 7ാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് അസാമാന്യമായ ജീവിത വിജയം തന്നെയാണ്. കാളരാത്രി എന്ന ദേവിയുടെ അവതാരമാണ് 7ാം ദിവസത്തിലെ ആരാധനാ ദേവത. നവരാത്രിയുടെ ഏറ്റവും പ്രധാന 3 ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് കാളരാത്രി ദേവിയുടെ ആരാധന. നവരാത്രി ദിനങ്ങളിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ ശ്രീ പാർവതിയായി സങ്കല്പിച്ചാണ് പൂജ നടത്തുക. എന്നാൽ അടുത്ത 3 ദിവസം ശ്രീലക്ഷ്മിയായും അവസാനത്തെ 3 ദിവസം ശ്രീ സരസ്വതിയായി സങ്കല്പിച്ചാണ് പൂജകൾ നടത്തേണ്ടത്. നവരാത്രിയുടെ അജ്ഞതയും നെഗറ്റീവ് ശക്തികളെ നശിപ്പിക്കുന്നതിനായി ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ ഉഗ്രരൂപമാണ് മാതാ കാളരാത്രി. ശുഭശങ്കരി, നല്ല കാര്യങ്ങൾ നൽകുന്നവൾ എന്നും ദേവി അറിയപ്പെടുന്നു. ദേവിയുടെ ഉഗ്രമായ രൂപം 4 കൈകളുള്ള ഒരു കഴുതയിൽ സവാരി ചെയ്യുന്നതാണ്. ഭക്തരെ ഭയത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ആത്മീയ മോചനം നൽകുന്നതിനുമാണ് ഇതെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ രൂപം എന്ന് വെച്ചാൽ ഇരുണ്ട രൂപമാണ്. ദേവിയുടെ ചർമ്മം കടും കറുപ്പാണ്. ഇരുട്ടിന്റെ വിജയത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ രൂപം സ്വീകരിച്ചിരിക്കുന്നത്. ദേവി കാലത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും വാഹനമായ കഴുതയിലാണ് സവാരി ചെയ്യുന്നത്. ദേവിയുടെ 4 കൈകൾ വലതുവശത്തെ അഭയമുദ്രയും നിർഭയത്വവും വരദമുദ്രയിൽ അനുഗ്രഹവും ചൊരിയുന്നതാകുന്നു. അതുമാത്രമല്ല, ഇടത് കൈകളിലെ വാളും മാരകമായ ഇരുമ്പ് കൊളുത്തുമുണ്ട്. തുറന്ന വായും ചുവന്ന നാവുമാണ് ദേവിയുടെ മറ്റൊരു സവിശേഷത. ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് ഓം കാളരാത്രി ദേവിയെ നമഃ എന്നാണ്. നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കി ധൈര്യം നൽകുന്നു, ഭയം ഇല്ലാതാക്കുന്നു, ആത്മീയ ശക്തിയെ ദൈവിക സംരക്ഷണവും നമുക്ക് നൽകുന്നു എന്നിവയാണ് ദേവിയുടെ മന്ത്രോച്ചാരണം നടത്തിയാലുള്ള ഫലങ്ങൾ. അസുരന്മാരുടെ കാവൽക്കാർ കാളരാത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ വലുതായി ശനിഗ്രഹത്തെ ഭരിക്കുന്ന ദേവിയായി മാറി. ദേവിയുടെ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. ശനിഗ്രഹത്തെ ഭരിക്കുന്നത് ദേവിയാണ് എന്നും പറയപ്പെടുന്നു. അതിനാൽ ശനിഗ്രഹത്തിന്റെ ദോഷമുള്ളവർ ദേവി മഹാകാളരാത്രിയെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കാളരാത്രി ദേവിയെ പല പേരുകൾ അറിയപ്പെടുന്നു. അതായത് മഹാകാളി, ഭദ്രകാളി, ദക്ഷിണകാളി എന്നിവയാണ് അതിൽ ചിലത്. രക്തബീജൻ, ശുംഭാസുരൻ, നിശുംഭൻ, ചണ്ഡൻ, മുണ്ടൻ തുടങ്ങിയവയെ നശിപ്പിക്കുന്നതിനായി നാം ദേവിയെ വിവിധ രൂപങ്ങളിൽ
വിവിധ ഭാവങ്ങളിൽ അവതരിച്ചു എന്ന് പറയപ്പെടുന്നു. കാളി മായയാണ്, മഹാകാളിയാണ്. കാളി അടിസ്ഥാനപരമായി തന്നെ മഹാകാളിയാണ്. ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവതയാണ് നവദുർഗയുടെ അംശമായ കാളരാത്രി ദേവി. ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണനാകുന്നത്? ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം അവൻ പൂർണ്ണത കൈവരിക്കാറുണ്ടോ? അറിവ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആഗ്രഹവും അറിവും മാത്രം പോരാ, ആ ആഗ്രഹം മൂലം സമ്പാദിച്ച അറിവ് പ്രാവർത്തികമാക്കുക തന്നെ വേണം. പ്രാവർത്തികമാക്കാൻ തന്നെ നമുക്ക് നമ്മുടെ ഒരു ശക്തി, ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ അറിവ് പൂർത്തീകരിക്കുന്നതിനായും നമ്മുടെ അറിവ് ജ്ഞാനത്തിൻ്റെ വഴിയിലേക്കും മാറാനായും നമുക്കത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് അത് വരാൻ വേണ്ടിയും ഈശ്വരനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈശ്വരനെ ഉപാസിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നാളെ മുതൽ പൂജവെപ്പ് തുടങ്ങുകയാണല്ലോ. പൂജവെപ്പിൻ്റെ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രങ്ങളിൽ പോവുകയോ വീടുകളിൽ ഇരുന്ന് തന്നെയോ ദേവിയെ ഭജിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രവൃത്തി വിജയത്തിലെത്താനായും പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. कालरात्रि माता, जय कालरात्रि माता। धन वैभव संपत्ति, धन वैभव